നമസ്കാരം, ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. NSSനെ SNDPയുമായി തെറ്റിച്ചത് മുസ്ലിം ലീഗ് എന്ന് വെള്ളാപ്പള്ളിയെ തള്ളി സുകുമാരൻ നായർ. VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി സമുദായ നേതാക്കൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം. VSSC റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ആടിശിഷ്ടം നെയ് വിൽപ്പനയിൽ കോടികളുടെ തട്ടിപ്പ്. കലാപൂരത്തിന് നിന്ന് തൃശൂരിൽ കൊടിയിറക്കാം. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടം. സമാപന സമ്മേളനം വൈകിട്ട്. മുഖ്യ അതിഥിയായി മോഹൻലാൽ. ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള US നീക്കത്തെ പിന്തുണച്ചില്ല. 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ വൻ തീരുവ ചുമത്തി ട്രംപ്. ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപനം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിനും ലിവർപൂളിനും സമനില കുരുക്ക്. ജയിച്ചു കയറി ചെൽസി. മാഞ്ചസ്റ്റർ ഡെർബിയിൽ സിറ്റിയെ വീഴ്ത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കുറവ് വന്നതായാണ് VSSC പരിശോധനാ ഫലം. റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. VSSC റിപ്പോർട്ട് നാളെ ഹൈക്കോടതി സമർപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട രേഖയാണ് VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. കഴിഞ്ഞ നവംബർ 17-ന് 14 മണിക്കൂറാണ് VSSC സംഘം സന്നിധാനത്ത് പരിശോധന നടത്തിയത്. 1998-ലെ കണക്കിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പത്തിലെയും സ്വർണത്തിന്റെ അളവെന്നത് റിപ്പോർട്ടിലുണ്ട്. മറ്റു പാളികളിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും VSSC പരിശോധിച്ചു. അതിന്റെ ഫലവും SITക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. വെള്ളിയാഴ്ചയാണ് VSSC പരിശോധനാ റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിലുള്ള സ്വർണത്തിന്റെ പഴക്കം, പരിശുദ്ധി എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമലയിലെ ആടിയശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനയിൽ കോടികളുടെ തട്ടിപ്പ് രേഖകൾ ലഭിച്ചതായി സൂചന. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സന്നിധാനത്തെത്തിയ വിജിലൻസിന്റെ പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. സന്നിധാനത്തെ 4 നെയ്യഭിഷേക കൌണ്ടറുകളിലും ഓഫീസുകളിലും വിജിലൻസിന്റെ പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തു. നെയ് വിൽപ്പനയുടെ ദിനംപ്രതിയുള്ള കണക്കുകൾ സൂക്ഷിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് നെയ് പാക്കിംഗ് കോൺട്രാക്ടർമാരെയും വിജിലൻസ് സംഘം ചോദ്യം ചെയ്തു. സന്നിധാനത്ത് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ 13,679 പാക്കറ്റ് ആടിശിഷ്ടം നെയ് വിറ്റ വകയിലുള്ള പണം ദേവസ്വം ബോർഡിന്റെ അക്കൌണ്ടിൽ അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ 36,24,000 രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതായി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. തുടർന്ന് ഹൈക്കോടതി SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ തുടരന്വേഷണ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. ഈ തീർത്ഥാടന കാലത്ത് 2.30 കോടിയുടെ നെയ്യാണ് വിൽപ്പന നടത്തിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കഥകളി അവതരണം ഒരു സബരിയാണ്. സമസ്ത കലകളും കൂടിച്ചേർന്ന കഥകളിക്ക് അതിനുള്ള ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. കഥകളിയുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്നും ചേമഞ്ചേരി ചേലിയ കഥകളി വിദ്യാലയത്തിലെ പ്രേംകുമാർ ആശാനിലൂടെ ആ കഥ പറയുന്നു. കോഴിക്കോട് കോക്കലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത് 10ാം ഉദയം. ഹയർ സെക്കൻഡറി വിഭാഗം നാടകമായ കുരിശിന് A ഗ്രേഡ് ലഭിച്ചതോടെ മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തി. ഒപ്പം മികച്ച അഭിനേത്രി സ്പെഷ്യൽ ജൂറി അവാർഡ് അശ്വിനി അജീഷിന് ലഭിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ പരിസമാപ്തിയിൽ കടക്കുകയാണ്. ഇനി ഒരു ദിവസം മാത്രം ബാക്കി. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ജില്ല കപ്പിനായിട്ടുള്ള മത്സരം നടക്കുന്നു.
അതിനിടയിൽ കർണികാരം വേദിയിൽ നാടകം ഇപ്പോൾ അവതരിപ്പിച്ച കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 10ാം തവണയും കോഴിക്കോട് ജില്ലയിൽ നാടകം എ ഗ്രേഡ് ഇത്തവണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ നാടകം കഴിഞ്ഞു. എത്ര കുരിശിലേറ്റിയാലും അതിനെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആധാരമെന്ന ഒരിക്കൽ കൂടി ഒരു നാടകത്തിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. കുറച്ച് നാടകങ്ങൾ, കുറച്ച് ഭാഗങ്ങളെല്ലാം ആദ്യം കാണിച്ചു കഴിഞ്ഞു. എന്തായാലും ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം വരെ പേരുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണെന്ന് പറയാം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോക്കല്ലൂർ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണ്. 10ാം തവണയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നാടകവുമായി വരുന്നത്. മോളെ പേര് പറ. ശ്രീയാലക്ഷ്മി ക്ലാസ് ഞാൻ +1. ഗണശ്യാം, സഹജ്, വേദ, ഗൗതം ആദിത്യൻ, സുമന, വേദിക, അശ്വിനി, ഗൗരി, പാർവതി, വൈഷ്ണവി. അശ്വിനി നിങ്ങളിപ്പോ കണ്ടല്ലോ, എന്റെ മോളാണ്. അപ്പൊ മോളെ കുറെ ദിവസമായി ഇങ്ങനെ പരിശീലനവും പരിപാടിയൊക്കെ ആയിട്ട് ഞാനും കൂടെ ഒപ്പം ഉണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് കുറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഈ നാടകത്തിലൂടെ നല്ലൊരു സാർത്ഥകമായ ഒരു അഭിനയമാണ് കാഴ്ചവെച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗം നാടകമാണ്. അതിൽ +1 ഉണ്ട്, +2 ഉണ്ട് അല്ലെ? +2 ആരാ? ഓക്കെ, +1 ഓക്കെ. അപ്പൊ +1 +2 വിദ്യാർത്ഥികളാണ് നാടകം അവതരിപ്പിച്ച്. ഇതിനെയൊക്കെ നയിച്ചൊരു മാഷുണ്ട്. മുഹമ്മദ് മാഷേ വരൂ. കുട്ടികളെല്ലാം സന്തോഷം. വരൂ. നാടകം കഴിഞ്ഞ പാടെ കുട്ടികളെല്ലാം കരയുന്ന കണ്ടു. എന്താ പറ്റിയേ? സങ്കടമാണോ? സന്തോഷം കൊണ്ടോ? സന്തോഷം കണ്ണീരായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? നന്നായി. അവരെ ആത്മാർത്ഥമായിട്ട് തകർത്ത് കളിച്ചു. ഗംഭീരായി. ഇതിന്റെ ഒരു മെയിൻ ഘടകം ഇതിന്റെ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലം എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? പറയൂ. സത്യം പറഞ്ഞാൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇപ്പോ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മ്യൂസിക് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നമ്മളെ കയ്യിലാണല്ലോ നാടകം. അപ്പൊ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ്. അപ്പൊ അത് ഇങ്ങനെ സംസ്ഥാനത്തെ വേദിയിൽ വളരെ വൃത്തിയായിട്ട് സന്തോഷത്തോടെ അവതരിപ്പിക്കാന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. മറ്റെന്തിനേക്കാൾ ഉപരി നമ്മളെ വിശ്വസിച്ച് ഇവിടെ എത്തിയിട്ടുള്ള കാണികൾക്ക് നല്ലൊരു കാഴ്ച കൊടുക്കുക, ഇമ്പാക്ട് ഉണ്ടാക്കുക. അതെ, അവസാനം നമ്മൾ കർട്ടനിടുന്ന സമയത്ത് എല്ലാരും കൂടി എണീറ്റ് നിന്ന് കൈയടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതിപ്പോ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. കൈയടിയുമ്പോ തന്നെ മനസ്സിലാകുന്നില്ലേ? ഓ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്റെ മോള് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് സന്തോഷം. ഇപ്പോ സെക്കൻഡ് ഇയർ ആണ്. അപ്പൊ അതിന്റെ ഒരു സങ്കടം കൂടി ഈ നാടകത്തിൽ ഞങ്ങൾ അവസാനം എല്ലാവരും കരഞ്ഞിട്ട് ഇനി ഇങ്ങനെ ഒരു വേദി ഇല്ലല്ലോ എന്നുള്ള സങ്കടം അതുകൊണ്ട്. അപ്പൊ നാടകത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കൂടിയാണ് ഞങ്ങൾ ഇതൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ടാറ്റയും ഒക്കെ സന്തോഷം അറിയിക്കുന്നുണ്ട്. താങ്ക് യു. അവരോട് ഒരുപാട് നല്ല ഓർമ്മകളായിട്ട് മുന്നോട്ട് പോകാം. എല്ലാം നല്ല ഓർമ്മകളായിട്ട് മുന്നോട്ട് പോകാം. നന്നായിട്ട് അഭിനയിച്ച് സ്വന്തമായി തോന്നിയില്ലേ? കൈയടിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, നല്ല സന്തോഷം തോന്നി. ഷൈനായിട്ട് അങ്ങ് തകർത്തു. ശരി, എന്റെ മോളായതുകൊണ്ട് പറയല്ല, നന്നായിട്ട് അഭിനയിച്ചു. അപ്പം ഈ അഭിമുഖത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് ഇതിന് പിന്നില് ഇവർ മാത്രമല്ല, ഒരു 19 പേരുണ്ട്. എല്ലാരെയും ഇപ്പോൾ കാണിക്കാനുള്ള ഒരു പരിമിതിയുണ്ട്. മാഷ്, അതുപോലെ തന്നെ അധ്യാപകർ, ഇതിനെ പഠിപ്പിച്ച മനോജ് മാഷ് അടക്കം. എന്തായാലും കോക്കല്ലൂരിന്റെ കിരീടത്തിലേക്ക് മറ്റൊരു പൊൻതൂവലാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ രാജേഷിനോടൊപ്പം അജീഷ് അത്തോളി, ജീവൻ ന്യൂസ്. മോഹിനിയാട്ടവും കഥകളിയും ഒത്തുചേരുന്ന കേരള നടനം കൂടുതൽ ജനകീയമാകുന്നത് സ്കൂൾ കലോത്സവ വേദിയിലൂടെയാണ്. 3 വർഷം തുടർച്ചയായി എ ഗ്രേഡ് സ്വന്തമാക്കിയ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഹരിചന്ദനയുടെയും ഗുരുവിന്റെയും വിശേഷങ്ങളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ 4ാം ദിനത്തിലേക്ക് കടന്നു. അതിൽ പകുതിയോടെത്തി. അപ്പോഴേക്കും വിവിധ വേദികളെല്ലാം സജീവമാണ്. ഒപ്പം തന്നെ കേരള നടന മത്സരത്തിലെ മന്ദാരം വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്ത് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതിലൊട്ടേറെ പ്രത്യേകത തോന്നിയപ്പോൾ ഇവിടേക്ക് വിളിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടി മകളുമായിട്ട് സംസാരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഇത് 3ാം തവണയാണ് ഇവിടെ എത്തിയതെന്നുള്ളത് മനസ്സിലാക്കി. തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങളിൽ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും പേര് ചോദിക്കാം. എന്റെ പേര് ഹരിചന്ദന SM. ഞാൻ എറണാകുളം ജില്ലയിലെ സെന്റ് മേരീസ് CGHSS വരുന്നു. ഞാൻ +1 വിദ്യാർത്ഥിനിയാണ്. +1 +2 +1 ആയി. അപ്പൊ ഇനി ഒരു വർഷം കൂടി
നമുക്കുണ്ട് കലോത്സവം അല്ലേ, നമ്മൾ കാണും. അപ്പോൾ പിന്നെ ഈ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയത് കേരള നടനം എന്ന് പറയുമ്പോൾ ഇതിൽ മോഹിനിയാട്ടം, കേരളത്തിൻ്റെ സ്വന്തം മോഹിനിയാട്ടവും ഒപ്പം തന്നെ കഥകളിയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു കലാരൂപമാണ് കേരള നടനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കേരള നടനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇത് രണ്ടും കൂടി ആകുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ മോള് മനസ്സിലാക്കി എന്തൊക്കെയാണ്? ഇത് രണ്ടും കൂടി ആകുമ്പോ എന്ന് പറയുമ്പോ നമ്മുടെ കേരള തനിമ മൊത്തത്തില് കൂടുതലാണോ? അല്ല, അത് രണ്ടും ഏകദേശം തുല്യ അളവിലാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ കേരള തനിമ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു ഇനമാണ്. ഇതിലെ പാട്ടുകളൊക്കെ അധികം ഭക്തി ആണ് എന്തായാലും ഉണ്ടാവുക. ഇതിപ്പോ ഞാൻ കണ്ടപ്പോൾ കൃഷ്ണന്റെ ഒരു അല്ലേ, ശ്രീകൃഷ്ണൻ പാഞ്ചാലിയുടെ ഏത് ഭാവത്തിൽ എന്ത് ഇതിലായിരുന്നു കഥയൊന്നും പറഞ്ഞു? പാഞ്ചാലിയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ ഐറ്റം കടന്നു പോകുന്നത്. അത് പാഞ്ചാലിയുടെ പരിണയം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ അതിൻ്റെ അകത്ത് കാഴ്ചവെക്കുന്നത്. പഞ്ചപാണ്ഡവന്മാർക്കിടയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളാണോ അതല്ലെങ്കിൽ പാഞ്ചാലിയുടെ എന്തൊക്കെയായിരുന്നു അതിന്റെ ഇത്? ആ സംഭവങ്ങൾ പാഞ്ചാലിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ അപ്പോൾ മഹാഭാരതത്തിന്റെ ഒരു ഏടിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ പാഞ്ചാലിയിലൂടെ കടന്നു പോകുന്ന വിവിധ ഭാവങ്ങളാണ് നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ഹരിചന്ദന നന്നായിട്ട് അത് അവതരിപ്പിച്ചു. ക്യാമറാമാൻ രാജേഷിനോടൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും അജീഷ് അത്തോളി, ജീവൻ ന്യൂസ്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ വിജയത്തിന് പിന്നാലെ മഹായുതി സഖ്യത്തിൽ തർക്കം. മേയർ സ്ഥാനത്തെ ചൊല്ലി ബിജെപിയും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും തമ്മിലാണ് തർക്കം. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാൻ ബിജെപിക്ക് സാധിച്ചെങ്കിലും ബിഎംസിയിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. 227 സീറ്റുകളുള്ള ബിഎംസി ഹൌസിൽ 89 സീറ്റുകൾ ബിജെപിക്കും 29 സീറ്റുകൾ ഷിൻഡെ വിഭാഗത്തിനും ലഭിച്ചു. ഇവയെ കൂടാതെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് 65 സീറ്റുകളും ലഭിച്ചു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് വിളിച്ചു ചേർത്ത മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഷിൻഡെ വിട്ടുനിന്നതോടെയാണ് മുന്നണിയിലെ തർക്കം പുറത്തറിയുന്നത്. ഫഡ്നാവിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളോടുള്ള തന്റെ അതൃപ്തി രേഖപ്പെടുത്തുന്നതിനാണ് ഷിൻഡെ വിട്ടുനിന്നതെന്നും റിപ്പോർട്ടുണ്ട്. മാത്രമല്ല, എതിരാളികൾ ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട 29 കൌൺസിലർമാരെ ഷിൻഡെ നഗരത്തിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റി. വിലപേശലിൽ ഇരുവിഭാഗവും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്തതിനാൽ മേയർ തെരഞ്ഞെടുപ്പ് ഈ ആഴ്ചയുണ്ടാവില്ലെന്നാണ് സൂചന. എന്നാൽ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നണിയിലെ തർക്കം തള്ളി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് രംഗത്തെത്തി. തങ്ങൾ ഒരുമിച്ചിരുന്ന് സൗഹൃദപരമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും മുന്നണിയിൽ ഒരു തർക്കവുമില്ലെന്നും ഫഡ്നാവിസ് പറഞ്ഞു. आपले मुंबईचे तरुण तलबदार अध्यक्ष आमदार अमित साटमजी, अतुल भातखळकरजी, योगेश सागरजी, प्रवीण दरेकरजी, प्रसाद लाडजी, मनीषाताई चौधरी, पराग भाई या ठिकाणी उपस्थित आपले सर्व आमदार आपले മഹായൂതി സഖ്യത്തിന്റെ വിജയത്തോടെ 25 വർഷത്തെ താക്കറെ കുടുംബത്തിന്റെ ഭരണത്തിനു കൂടിയാണ് അന്ത്യം കുറിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ജീവൻ. ജല്ലിക്കെട്ടിൽ മികച്ച വിജയം നേടുന്നവർക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മധുരയിൽ പൊങ്കലാഘോഷത്തിന്റെ ഭാഗമായുള്ള ആളങ്കനല്ലൂർ ജല്ലിക്കെട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജല്ലിക്കെട്ട് മത്സരങ്ങളിൽ കൂടുതൽ കാളകളെ മെരുക്കി മികവ് പുലർത്തുന്നവർക്ക് മൃഗസംരക്ഷണ വകുപ്പിലായിരിക്കും ജോലി നൽകുകയെന്ന് MK സ്റ്റാലിൻ പറഞ്ഞു. ജല്ലിക്കെട്ടിലൂടെ തമിഴ്നാടിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്ന യുവാക്കളുടെ ധീരതയെ ആദരിക്കുകയെന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. அதனை அடக்கிற காளையர்களை பார்க்கும்போது நம்முடைய தமிழ் மண்ணுக்கு ஒரு பெருமையாக இருக்கு. நம்ம திராவிட மாடல் ஆட்சியில இந்த வீரம் நிறைந்த மதுரை மண்ணில் சங்கம் வளர்த்த இந்த மாமதுரையில் அறிவு வளர்ச்சிக்காக கலைஞர் நூற்றாண்டு நூலகம் கட்டி கொடுத்திருக்கிறோம் என்பது உங்களுக்கெல்லாம் தெரியும். ജല്ലിക്കെട്ടുകാളകൾക്ക് നിലവാരമുള്ള ചികിത്സയും ശാസ്ത്രീയ പരിചരണവും ഉറപ്പാക്കുന്നതിനായി അളങ്കാനെല്ലൂരിൽ 2 കോടി രൂപ ചെലവിൽ അത്യാധുനിക ചികിത്സാ കേന്ദ്രം ആരംഭിക്കുമെന്നും സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. മധുരയുടെ ചരിത്രപരമായ സ്വത്വം ധീരതയാണെന്നും പ്രശസ്തമായ അളങ്കാനെല്ലൂർ ജല്ലിക്കെട്ട് കാണുന്നത് തമിഴർക്ക് അഭിമാന മുഹൂർത്തമാണെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. നാഷണൽ ഡെസ്ക്, ജീവൻ.
ലോകരാജ്യങ്ങൾക്ക് മേലുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ചുമത്തൽ തുടരുന്നു. ഗ്രീൻലാൻഡിനുമേലുള്ള US നിയന്ത്രണത്തെ എതിർത്തതിന് 8 യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് പുതുതായി തീരുവ ചുമത്തിയത്. യൂറോപ്യൻ നാറ്റോ സഖ്യകക്ഷികളായ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, നെതർലാൻഡ്സ്, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾക്കെതിരെ 10% തീരുവ ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. 2026 ജൂൺ മുതൽ നിരക്ക് 25% ഉയർത്തുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ ഭീഷണികൾ കണക്കിലെടുത്ത് ഡെൻമാർക്കിന്റെ അഭ്യർത്ഥന പ്രകാരം പ്രസ്തുത രാജ്യങ്ങൾ ഗ്രീൻലാൻഡിലേക്ക് സൈനികരെ അയച്ചിരുന്നു. ഗ്രീൻലാൻഡിലെ യൂറോപ്യൻ സേനയെ കര, വ്യോമ, കടൽ ശക്തികൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പ്രഖ്യാപിച്ചു. ഗ്രീൻലാൻഡിന്റെ പ്രതിരോധത്തിൽ നാറ്റോയും യൂറോപ്പും ഒറ്റക്കെട്ടാണെന്ന് ട്രംപിനെ കാണിക്കാനുള്ള ശ്രമമായാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ നീക്കത്തെ വിശദീകരിച്ചത്. ധാതുസമ്പന്നമായ ആർട്ടിക് ദ്വീപായ ഗ്രീൻലാൻഡ് നാറ്റോ അംഗമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമാണ്. ഭൂപ്രകൃതി അനുസരിച്ചും ജീവിത രീതി അനുസരിച്ചും ആർട്ടിക് ദ്വീപ് രാജ്യവും ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗവുമാണെങ്കിലും ചരിത്രപരമായും രാഷ്ട്രീയമായും ഈ രാജ്യം യൂറോപ്പിനോട്, പ്രത്യേകിച്ച് ഐസ്ലാൻഡ്, നോർവേ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോ മാർട്ടും ചേർന്ന് സംഘടിപ്പിച്ച ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വകുപ്പിന്റെയും കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് എക്സ്പോ. കൊച്ചി അഡ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയുടെ 2ാം പതിപ്പാണ് ആരംഭിച്ചത്. ഗാർഹിക തലത്തിൽ പ്രവർത്തിക്കുന്ന ചെറുകിട വ്യവസായങ്ങളെ സഹായിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് എക്സ്പോ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നാനോ ഗാർഹിക വ്യവസായങ്ങൾക്ക് വ്യവസായ താരിഫ് മാറ്റി ഗാർഹിക താരിഫാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 500ഓളം സ്റ്റാളുകളിലായി 50,000-ഓളം ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വ്യവസായ എക്സ്പോയിൽ ആധുനിക ഓട്ടോമാറ്റിക് മെഷീനറി, എഞ്ചിനീയറിംഗ്, ഫുഡ്, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലുടനീളമുള്ളതും വിദേശത്തുമുള്ള പ്രദർശകരുടെ നൂതന സാങ്കേതിക വിദ്യകളും സേവനങ്ങളും പ്രദർശനത്തിലുണ്ട്. കേരള വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കേരള പവലിയനും മേളയുടെ പ്രധാന ആകർഷണമാണ്. വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മെഷീനറി നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുന്നതിന് അവസരമുണ്ട്. വിവിധ ബാങ്കുകളുടെ ഹെൽപ്പ് ഡെസ്കുകളും മേളയിലുണ്ട്. ജീവൻ ന്യൂസ്, കൊച്ചി. ഗ്ലോബൽ പ്രിവന്റീവ് ഓങ്കോ സബ്മിറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സ്വസ്തി ഫൗണ്ടേഷനും ഹാൻസ് ഫൗണ്ടേഷനും ലൈഫും ചേർന്നാണ് ഈ ത്രിദിന ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. അർബുദ പ്രതിരോധ രംഗത്തെ ആഗോള മുന്നേറ്റങ്ങളും അത്യാധുനിക ഗവേഷണങ്ങളും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച ഉച്ചകോടി ഡോക്ടർ MV പിള്ള, പൂയം തിരുനാൾ ഗൌരി പാർവതിഭായ്, ഡോക്ടർ VP സുഹൈൽ മൌലവി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ ഹയാത്തിൽ അർബുദരോഗ വിദഗ്ധർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ഉച്ചകോടിയുടെ 2ാം ദിവസത്തെ സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യാതിഥിയായിരുന്നു. വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാത്യു സോമതിരം ആമുഖ പ്രഭാഷണം നടത്തി. സമ്മിറ്റ് ചെയർമാൻ MV പിള്ള, കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ, മുൻ വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഹി എന്നിവർ പങ്കെടുത്തു. ക്യാൻസർ സേഫ് കേരള പദ്ധതിയുടെ വിജയകരമായ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള സ്ക്രീനിംഗ്, മുൻകൂട്ടിയുള്ള രോഗനിർണയം, പ്രതിരോധ തന്ത്രങ്ങൾ എന്നിവയ്ക്ക് ഉച്ചകോടി സവിശേഷ പ്രാധാന്യം നൽകുന്നുണ്ട്. 3 ദിവസത്തെ സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. അമൃത വിശ്വവിദ്യാപീഠം ഓൺലൈൻ ഫ്യൂച്ചർ സ്കിൽസ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള തൊഴിൽ സാഹചര്യങ്ങളിൽ പ്രൊഫഷനുകളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കോൺക്ലേവ്. കൊച്ചി അമൃത ആശുപത്രി ക്യാമ്പസിൽ 2 ദിവസങ്ങളിലായി നടന്ന ഫ്യൂച്ചർ സ്കിൽസ് കോൺക്ലേവ് അന്താരാഷ്ട്ര വികസന കൺസൾട്ടന്റും സീനിയർ മാനേജ്മെന്റ് കോച്ചുമായ സമിത് പ്രഭാദായിച്ച് ഉദ്ഘാടനം ചെയ്തു. അമൃത സർവകലാശാല ചാൻസലർ കൂടിയായ മാതാ അമൃതാനന്ദമയിയുടെ സന്ദേശം ചടങ്ങിൽ വായിച്ചു. മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ P. അജിത് കുമാർ, എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ശശാങ്കൻ രാമനാഥൻ,
അമൃത ഓൺലൈൻ പ്രോഗ്രാംസ് ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ വികാസങ്ങളെയും ഭാവി വിദ്യാഭ്യാസ ഗവേഷണങ്ങളെയും കുറിച്ചുള്ള ധവളപത്രം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തുടർന്ന് IT, സൈബർ സുരക്ഷ, ഫിനാൻസ് എന്നീ മേഖലകളിലെ വിദഗ്ധരായ വിനോദ് നീലനാഥ്, രാകേഷ് രാജശേഖരൻ, പ്രകാശൻ AK, വിവേക് കൃഷ്ണ ഗോവിന്ദ്, വീഗാലാൻഡ് ഹോംസ് ഡയറക്ടർ കുര്യൻ തോമസ്, ഡാറ്റ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷീജ സുരേഷ് തുടങ്ങിയവർ ചർച്ചകളിൽ സംസാരിച്ചു. ജീവൻ ന്യൂസ്, കൊച്ചി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്തെ ലീഡ് 9 പോയിന്റാക്കി ഉയർത്താനുള്ള സുവർണാവസരം കളഞ്ഞുകുളിച്ച് ആഴ്സണൽ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് മൈക്കൽ അർട്ടേറ്റയും സംഘവും ഗോൾ രഹിത സമനില വഴങ്ങി. നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിനെ ബേൺലി സമനിലയിൽ തളച്ചപ്പോൾ ചെൽസി മറുപടിയില്ലാത്ത 2 ഗോളിന് ബ്രെഡ്ഫോർഡിനെ വീഴ്ത്തി. നോട്ടിംഗ്ഹാമിന്റെ തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ പന്തടക്കത്തിലും ഗോളിലേക്ക് ഷോട്ടുകൾ തൊടുക്കുന്നതിലും ആഴ്സണൽ ആധിപത്യം പുലർത്തിയെങ്കിലും ഗോളടിക്കാൻ മറന്നു. 61% പന്ത് കൈവശം വെച്ച ആഴ്സണൽ താരങ്ങൾ 14 തവണയാണ് ഗോളിലേക്ക് ഷോട്ടുകൾ പായിച്ചത്. ആദ്യ പകുതിയിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിക്ക് മികച്ചൊരവസരം ലഭിച്ചെങ്കിലും താരത്തിന്റെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. പകരക്കാരനായി ഇറങ്ങിയ ബുക്കായോ സാക്കയുടെ ഹെഡർ നോട്ടിംഗ്ഹാം ഗോൾ കീപ്പർ മാർസെൽസ് രക്ഷപ്പെടുത്തി. കളിയുടെ 80-ാം മിനിറ്റിൽ കോർണർ പന്ത് ക്ലിയർ ചെയ്തതിനിടെ നോട്ടിംഗ്ഹാം ലീഗിൽ തുടർച്ചയായ 4ാം മത്സരത്തിലാണ് ലിവർപൂൾ സമനില വഴങ്ങുന്നത്. ആൻഫീൽഡിൽ നടന്ന പോരാട്ടത്തിൽ ചെമ്പടയും ബേൺലിയും ഓരോ ഗോൾ വീതം നേടി പിരിയുകയായിരുന്നു. 32-ാം മിനിറ്റിൽ ലിവർപൂളിന് ലഭിച്ച പെനാൽറ്റി ഡൊമിനിക് സൊബാസ്ലായി നഷ്ടപ്പെടുത്തി. 42-ാം മിനിറ്റിൽ ഫ്ലോറിയാൻ വിറ്റ്സിലൂടെ ബ്രെഡ്ഫോർഡിനെതിരെ ബ്രസീൽ താരം ജാവോ പെഡ്രോ, കോൾ പാമർ എന്നിവരാണ് ചെൽസിക്കായി വിജയഗോൾ നേടിയത്. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. NSSനെ SNDPയുമായി തെറ്റിച്ചത് മുസ്ലിം ലീഗെന്ന് വെള്ളാപ്പള്ളിയെ തള്ളി സുകുമാരൻ നായർ. VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി സമുദായ നേതാക്കൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം. VSSC റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിൽ കോടികളുടെ തട്ടിപ്പ്. കലാപൂരത്തിന് ഇന്ന് തൃശൂരിൽ കൊടിയിറക്കാം. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടം. സമാപന സമ്മേളനം വൈകിട്ട്. മുഖ്യാതിഥിയായി മോഹൻലാൽ. ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള US നീക്കത്തെ പിന്തുണച്ചില്ല. 8 യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ വൻ തീരുവ ചുമത്തി ട്രംപ്. ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപനം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിനും ലിവർപൂളിനും സമനില കുരുക്ക്. ജയിച്ചു കയറി ചെൽസി. മാഞ്ചസ്റ്റർ ഡെർബിയിൽ സിറ്റിയെ വീഴ്ത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.